ഹായ് നമസ്കാരം. ഇന്ന് നമുക്ക് ഖുശ്ബു ഇഡ്ഡലി. വേണ്ടത് നല്ല വെളുത്ത പച്ചരി. അപ്പക്കാരോ ഈസ്റ്റ് ഇവയോ ഒന്നും ആവശ്യമേ ഇല്ല. നല്ല മൃദുലവും സോഫ്റ്റുമായ ഖുശ്ബു ഇഡ്ഡലി. തമിഴ്നാട്ടിൽ 2 തരം ഇഡ്ഡലി ഉണ്ട്. ഒന്ന് ഖുശ്ബു ഇഡ്ഡലി, മറ്റേത് സാധാരണ ഇഡ്ഡലി. ഞാനിവിടെ സാധാരണ 2 കപ്പിൽ പച്ചരി എടുത്തിട്ടുണ്ട്. 3/4 ഗ്ലാസ് ഉഴുന്ന്. 2 ഗ്ലാസ് പച്ചരിക്ക് 3/4 ഗ്ലാസ് ഉഴുന്ന്. ഒരു ഏകദേശം 2 ടീസ്പൂണോളം ഉലുവ. അതിൽ കൂടുതൽ ആവശ്യമില്ല. ഇതൊന്നിച്ച് നന്നായി ഒരു 5-6 പ്രാവശ്യം നന്നായി കഴുകി ഒരു 5-6 മണിക്കൂർ കുതിർത്താൽ മതി. അതിനുശേഷം കുതിർത്ത അതേ വെള്ളത്തിൽ അരക്കുന്ന സമയത്ത് 1-2 അല്ല 1 ടേബിൾ സ്പൂൺ മതി, 2 ടീസ്പൂൺ അല്ല, 1 ടേബിൾ സ്പൂൺ നല്ല വെളുത്ത ചോറേ ഉപയോഗിക്കാവൂ. 1 ടേബിൾ സ്പൂണിൽ കുറവായിട്ട് പഞ്ചസാര ഇവ ചേർത്തിട്ട് അരച്ചെടുക്കണം. ഒന്നിച്ചരച്ചാൽ മതി. ഇതിപ്പോൾ രാത്രി അരച്ച് വെച്ചിട്ട് രാവിലെയായി. ഒരു 8 മണിക്കൂറിലധികം ആയിട്ടുണ്ട്. കുറഞ്ഞത് 8 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് പൊങ്ങി വന്നിട്ട് പിന്നെ നമുക്ക് ഉപ്പ് ചേർത്തൊന്ന് ഇളക്കാം. കണ്ട, ഇതുപോലെ ആയിട്ടുണ്ട്. നല്ല പഞ്ഞിയും പോലെ നല്ല മൃദുലമായ ഇഡ്ഡലിയാണ്. ഇങ്ങനെ തൊടുമ്പം ഇങ്ങനെ എന്നാ പറയേണ്ടത്, അതുമാതിരി ഉള്ള നല്ല ഇഡ്ഡലി, സോഫ്റ്റ് മൃദുലവുമായ. പിന്നെ ഉപ്പും ചേർത്തിട്ടുണ്ട്. നന്നായി ഇളക്കിയെടുക്കണം. ഇളക്കിയപ്പോൾ ഇത്രയേ ഉള്ളൂ. നിറയെ പൊങ്ങി വന്നതായിരുന്നില്ല. വെള്ളം തിളക്കാൻ വെച്ച് നമുക്ക് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ കുറേശ്ശെ വെളിച്ചെണ്ണ തടവി കൊടുക്കാം. ഇളകി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയാണ് എല്ലാത്തിലും ഇങ്ങനെ തടവി കൊടുക്കാം. എന്നിട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് തിളക്കുന്ന ഇഡ്ഡലി പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. തിളക്കുന്ന വെള്ളത്തിൻ്റെ മേലെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഖുശ്ബു ഇഡ്ഡലി ഉണ്ടാക്കി. എല്ലാം വെച്ച് കൊടുത്ത് അടച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു കാര്യം പറഞ്ഞതിനൊന്നും എനിക്ക് ഓർമ്മയില്ല. നമ്മൾ അരച്ചതിന് ശേഷം 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് കുഴക്കുന്ന പോലെ മിക്സ് ചെയ്യണം കൈ കൊണ്ട്. ഞാനിതിന് പക്ഷേ ഖുശ്ബു ഇഡ്ഡലി ആണെങ്കിൽ ഞാൻ പഞ്ചസാര ചേർത്തിട്ടില്ല കേട്ടോ. പഞ്ചസാര നിർബന്ധമായിട്ടും ചേർക്കേണ്ടതാണ്. എന്നിട്ട് ഉപയോഗിച്ചാൽ പൊങ്ങി വരാൻ കുറച്ചും കൂടി സഹായിക്കും. നമ്മൾ ഈസ്റ്റും ഇതൊന്നും അപ്പക്കാരൊന്നും ഉപയോഗിക്കുന്നില്ല ഖുശ്ബു ഇഡ്ഡലിയിൽ. നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടോ, നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല മൃദുലമുള്ള ഖുശ്ബു ഇഡ്ഡലി ഇവിടെ റെഡിയായി കേട്ടോ. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇളക്കിയെടുത്താൽ ഈ തട്ട് ക്ലീൻ ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഖുശ്ബു ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ നല്ല വെളുത്തരി തന്നെ ഉപയോഗിക്കണം. ഇത് റേഷൻ അരിയാണ്. നല്ല വെളുത്ത പച്ചരി കൊണ്ട് നല്ല തിളക്കം കിട്ടും. ഇനി അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ കാണാവുന്നതാണ്. വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.